Good morning, students. So, semester 6 real analysis paper first class ആണ് so അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, ആദ്യമേ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ if you have a function defined on a domain, that function is said to be continuous if it is continuous at each and every point of the domain. So before defining a continuous function, we have to define what do you mean by the continuity of a function at a particular point. അപ്പോൾ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ്. ഓക്കെ, ഞാനൊരു നോട്ട് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുവാണേ. So a function f from a to r, where a is a subset of real numbers, and suppose c is a point in a. ലിമിറ്റിന്റെ ഡെഫിനേഷനിൽ സി എന്ന് പറയുന്നത് നമ്മൾ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സി is a point, any element of a. Then we can define the continuity of the function at the point c. F is said to be continuous at the point c if given any epsilon greater than 0, there exists a delta greater than 0 such that for any point of a within the delta neighborhood of c, its image f of x lies in the epsilon neighborhood of f of c. That is the definition. അപ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ അറിയാം. A function, if f is a function from a to r, where a is the domain of the function and a is a subset of r, and suppose you are taking a point c in a, then we say that f is continuous at the point c if രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു സി should be equal to the function value at c. Then we say that f is continuous at c. അപ്പോൾ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ഒന്ന്, എഫ് ഓഫ് സി ഷുഡ് ബി ഡിഫൈൻഡ്. ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കലി നമുക്കറിയാം, ജോമെട്രിക്കലി നമ്മൾ എന്താണെന്നറിയാം, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഒരു പോയിന്റ് നിങ്ങൾ സി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ, ഈ സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ഒരു കാര്യം, എഫ് ഓഫ് സി ഷുഡ് ബി ഡിഫൈൻഡ്. എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് സി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഷുഡ് ബി ഡിഫൈൻഡ് അറ്റ് ദ പോയിന്റ് സി. അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡൊമൈനിലെ പോയിന്റ് ആയിരിക്കണം. എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, സിയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. സി എന്നുള്ള പോയിന്റ് ഇപ്പോൾ ഇങ്ങനെയാണ്, ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റ് ഇങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെ ഇങ്ങനെ പോയാൽ പോരാ. ഇങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ലിമിറ്റ് അല്ല, എക്സ് ഈക്വൽ ടു സി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈ സിയിൽ എക്സിസ്റ്റ് ചെയ്യണം. അത് തന്നെ എക്സിസ്റ്റ് ചെയ്താൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യണം. ഇങ്ങനെ ആയാലും പോരാ, ഇതിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ദേ ഡു നോട്ട് കോയിൻസൈഡ്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനെ ആയാലും പോരാ. പിന്നെയോ രണ്ടും ഈക്വൽ ആവണം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് തന്നെ ആയിരിക്കണം ഫംഗ്ഷൻ വാല്യൂ. അല്ലാതെ ഇവിടെ ഒരു ഹോൾ ആവരുത്, അല്ലേ? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി എന്ന് പറയുന്നത് ഇപ്പം ഈ കേസിൽ ഈ പോയിന്റ് ആണ് ലിമിറ്റ് അറ്റ് സി. ഇവിടുത്തെ വാല്യൂ എത്രയാണോ അതായിരിക്കും. ഇതാണ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി. പക്ഷെ അത് തന്നെ ആയിരിക്കണം ഫംഗ്ഷൻ വാല്യൂ. ഇവിടെ ഒരു ഹോൾ ആവാൻ പാടില്ല, പിന്നെയോ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. പിന്നെയോ ആ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നതും എഫ് ഓഫ് സി എന്ന് പറയുന്നതും ഈ ലിമിറ്റ്
ഓഫ് എഫ് അറ്റ് സി എന്ന് പറയുന്നതും കോയിൻസൈഡ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനേഷൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? ഫംഗ്ഷൻ എഫ് ഓഫ് സി ഷുഡ് ബി ഡിഫൈൻഡ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഡിഫൈൻഡ് ഓർ ഇറ്റ് ഷുഡ് എക്സിസ്റ്റ്, limit of f should exist at x equal to c. That means അതിന്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ആൻഡ് ദേ ഷുഡ് കോയിൻസൈഡ്. ആൻഡ് ഈ ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി എന്ന് പറയുന്നതും ഫംഗ്ഷൻ വാല്യൂ അറ്റ് സി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എൽ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി സച്ച് ദാറ്റ് whenever x is in the deleted delta neighborhood of c, f of x is in the epsilon neighborhood of L. So using the definition, you can say that this f is continuous at c if and only if limit of f at x equal to c is same as f of c. That is if and only if I can say, that is if and only if corresponding to every epsilon neighborhood of f of c, there exists a delta neighborhood of c such that whenever x is in the deleted neighborhood ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം എഫ് ഓഫ് സി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം അല്ലെ, ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫംഗ്ഷൻ സിയിലും ഡിഫൈൻഡ് ആയേ പറ്റൂ. നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ നേരം സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയോ സിയുടെ നൈബർഹുഡിൽ അല്ലെങ്കിൽ സിന്റെ അടുത്തേക്ക് എക്സിന്റെ വാല്യൂ സിന്റെ അടുത്തേക്കുള്ള വാല്യൂസ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടെയാണെന്ന് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. സിയിലുള്ള വാല്യൂവിനെ പറ്റി ബോധറിയതില്ല. പക്ഷെ ഇവിടെ നമുക്ക് ലിമിറ്റിന്റെ കേസിൽ, കണ്ടിന്യൂറ്റിയുടെ കേസിൽ എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സി എന്നുള്ള പോയിന്റ് ഒഴിവാക്കേണ്ട കാര്യമില്ല, ഡിലീറ്റഡ് നൈബർഹുഡ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെയോ എല്ലാ എക്സ് ബിലോങ്സ് ടു ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എടുക്കാം. അതായത് whenever modulus of x minus c less than delta should be imply f of x is in the epsilon neighborhood of f of c. പിന്നൊരു കാര്യം, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എന്നുള്ള സെറ്റിലാണ്. അപ്പോൾ ഈ എക്സ് ഇസ് ഇൻ എ എന്ന് എടുക്കേണ്ടി വരും അല്ലേ, കാരണം f of x should be defined. So whenever x is a point in a at a distance less than delta, f of x is at a distance less than epsilon. So that is the definition for continuity at a point. And if a function is not continuous at the point c, we say that f is discontinuous at c. So ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ ആദ്യം പഠിക്കണം. സോ ടെക്സ്റ്റിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് തിയറം, ഫസ്റ്റ് തിയറം ഇതാണ്. ഫംഗ്ഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി if and only if given any epsilon neighborhood of v epsilon f of c, there exists a delta neighborhood of c such that whenever x is in the delta neighborhood of c and in a, then f of x is in the epsilon neighborhood of f of c. ഇത് നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രൂഫിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? എഫ് ഇസ് കണ്ടിന്യൂസ്, നമ്മളിപ്പോൾ പറഞ്ഞു എഫ് ഇസ് കണ്ടിന്യൂസ് at a point A. What is C? F is a function from A to R, and C is a point in A. C is a point in A. Then F is continuous at the point C if and only if for every epsilon greater than 0 there exists a delta greater than 0 such that whenever x is in A and modulus of x minus c less than delta, then modulus of f of x minus f of c is less than epsilon. എഴുതിയിരിക്കുന്നതിനെ മോഡുലസിന്റെ ടേംസിൽ നിന്ന് മാറ്റിയിട്ട് ഡെൽറ്റ നൈബർഹുഡിന്റെ ടേംസിലേക്ക് ആക്കിയാൽ എനിക്ക് ഇങ്ങനെ പറയാം, that is if and only for every epsilon greater than 0 there exists a delta greater than 0 such that if x is in A and x is in c minus delta c plus delta, ഈ c minus delta c plus deltaനെയാണ് നമ്മൾ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി അല്ലെങ്കിൽ വി ഡെൽറ്റ ഓഫ് സി എന്ന് എഴുതുന്നത്. സോ ഇഫ് എക്സ് ഇസ് ഹിയർ, then f of x is in the interval f of c minus epsilon, f of c plus epsilon. This is the epsilon neighborhood of f of c and it is written as v epsilon of f of c.
that is you can write this as for every epsilon greater than 0 there exists a delta greater than 0 such that whenever x is in the x is in A and x is in V delta of C എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം, that is x belongs to A intersection V delta of C implies f of x is in the epsilon neighborhood of f of C, that is V epsilon of f of C. ഓക്കെ, ഇത് തന്നെയാണ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓർ ഈ എഴുതിയിരിക്കുന്ന കണ്ടീഷനെ എനിക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാം. ഫോർ എവറി എക്സ് ഇൻ ദിസ് സെറ്റ് ഇറ്റ്സ് ഇമേജ് ഇസ് ഇൻ ദിസ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സെറ്റിന്റെ ഇമേജ് അല്ലെ, എ ഇന്റർസെക്ഷൻ ബി ഡെൽറ്റ ഓഫ് സി എന്നുള്ള സെറ്റിന്റെ ഇമേജ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ ഇമേജസ് ഓഫ് എലിമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. സോ ഈ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, image of this set is contained in V epsilon of f of C. So that is our theorem. Okay, so we can say if and only for every epsilon greater than 0 there exists a delta greater than 0 such that the image of every element of A intersection epsilon neighborhood of delta is in delta neighborhood of C ഒന്നുകൂടെ പറയാം. എന്താ പറഞ്ഞത്? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that every element of A intersection delta neighborhood of C is mapped to an element in the epsilon neighborhood of f of C. Okay, so that is the theorem. A function f is continuous at C if and only if given any epsilon neighborhood of f of C there exists a delta neighborhood of C such that whenever x is in A intersection B delta of C, f of x is in the epsilon neighborhood of f of C. Okay, so that is the first theorem. അതിൻ്റെ പ്രൂഫ് ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം, അത് ഞാൻ എഴുതി തരാം. ഓക്കെ, now next is a remark. ഇതിൽ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാവുന്നതുണ്ട്. ഒന്ന്, ഒരു കാര്യം, ലിമിറ്റിന്റെ ഡെഫിനിഷനിൽ നമ്മൾ ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറഞ്ഞായിരുന്നു. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്തത്, ആ പോയിന്റ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ പോയിന്റ് ഓഫ് ദി ഡൊമെയിൻ ആയിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ അങ്ങനെ ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറഞ്ഞില്ല. സി ഈസ് എനി പോയിന്റ് ഓഫ് ദി ഡൊമെയിൻ എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, ക്ലസ്റ്റർ പോയിന്റ് ആവുമ്പോഴെന്താണ്, ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ലിമിറ്റ് സപ്പോസ് എഫ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷനിൽ ആദ്യമേ തന്നെ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ് പറയാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലിമിറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം, ക്ലസ്റ്റർ പോയിന്റ് ആവണം അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് പറയാഞ്ഞത് എന്തുകൊണ്ടാണ്, എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ മാത്രം യൂസ് ചെയ്ത് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിലോ, ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ ലിമിറ്റ് ഡിഫൈൻഡ് അല്ല, പക്ഷേ നമുക്ക് എന്താ നമ്മുടെ ഈ കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് ആവുന്നതായിട്ട് കാണാം. അത് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ യു ക്യാൻ ഡിഫൈൻ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് സി. അപ്പോൾ ഈ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്, ഡെഫിനിഷൻ പറയുന്നത് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി ഇഫ് for a corresponding to every epsilon neighborhood of f of c there exists a delta neighborhood of c such that whenever x is in the delta neighborhood of c f of x is in the epsilon neighborhood of f of c. That means limit of f at c is equal to f of c എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആയിട്ട് വരും. ദാറ്റ് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഒന്ന്, എഫ് ഓഫ് സി ഷുഡ് ബി ഡിഫൈൻഡ്, എഫ് ഷുഡ് ബി ഡിഫൈൻഡ് അറ്റ് സി. രണ്ട്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം, അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഷുഡ് കോയിൻസൈഡ് അറ്റ് ദ പോയിന്റ് സി. ഓക്കെ, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്താൽ, മൂന്ന് കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിലാണ് ഈ സെക്കൻഡ് കണ്ടീഷൻ, ദ ലിമിറ്റ് of f at c exist in R. Okay,
And third condition is that a limit of f of x at x equal to c should be equal to the function value at c. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഒരൊറ്റ ഇക്വേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് എഫ് ഇസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ, സപ്പോസ് സി ഇസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. ക്ലസ്റ്റർ പോയിന്റ് അല്ലാത്ത പോയിന്റിനെ നമ്മൾ പറയുന്നത് ഐസൊലേറ്റഡ് പോയിന്റ് എന്നാണ്, അല്ലെ? അപ്പോൾ സപ്പോസ് സി ഇസ് ആൻ ഐസൊലേറ്റഡ് പോയിന്റ്, സപ്പോസ് സി is an A but not a cluster point അല്ലെങ്കിൽ limit point of A എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം C is an isolated point എന്നാണ് അർത്ഥം. ഐസൊലേറ്റഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഐസൊലേറ്റഡ് പോയിന്റിന്റെ ഡെഫിനേഷൻ എന്താണ്? ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് എ സെറ്റ് is an element of the set which is not a cluster point or not a limit point. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് എ ആണെന്ന് വിചാരിക്കുക. എന്താണ് അപ്പോൾ ക്ലസ്റ്റർ പോയിന്റ് അല്ല അല്ലെങ്കിൽ ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം? ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ നൈബർഹുഡിലും എയിൽ എലമെന്റ്സ് ഉണ്ടെന്ന് അർത്ഥം, അല്ലേ? അപ്പോൾ ക്ലസ്റ്റർ പോയിന്റ് അല്ല, ലിമിറ്റ് പോയിന്റ് അല്ല, ഐസൊലേറ്റഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അറ്റ്ലീസ്റ്റ് we can find out at least one neighborhood of C which does not contain any other element of A, അല്ലേ? ലിമിറ്റ് പോയിന്റിന്റെ ഡെഫിനിഷന്റെ നെഗേഷൻ എടുക്കുക. ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? every epsilon neighborhood of C contains every neighborhood of C contains at least one point of A other than C. Final negation എന്ന് പറഞ്ഞാൽ there exists at least one neighborhood, there exists delta greater than 0 such that C minus delta, C plus delta എന്നുള്ള neighborhood contains no element of A other than C. No element of A other than C. C എന്ന് പറയുന്നത് എയിൽ എലമെന്റ് ആണ്, അല്ലേ? ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ എയിൽ എലമെന്റ് ആണ്. അതായത് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇന്റർവെല്ലിന്റെ അകത്ത് എന്തുണ്ട്? സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇന്റർവെല്ലിന്റെ അകത്ത് സി അല്ലാതെ എയിലെ മറ്റു എലമെന്റ്സ് ഒന്നും ഇല്ല. അതായത് എ ഇന്റർസെക്ഷൻ സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സി മാത്രം വരും. സിംഗിൾട്ടൺ സെറ്റ് സി ആണ് എന്നർത്ഥം. ഓക്കെ, that is there existed delta greater than 0 such that delta neighborhood of C എന്താ പറയാ includes the only point C, അല്ലെ? എന്താ പറയാ C of A. എയിലെ ഒരേ ഒരു പോയിന്റ് മാത്രമുള്ള ഒരു ഡെൽറ്റ നൈബർഹുഡ് സിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഡെൽറ്റ നൈബർഹുഡ് ഇതിന്റെ ഇമേജ് എന്താണ്? ഇതിന്റെ ഇമേജ് എഫ് ഓഫ് സി ആണ്. കറക്റ്റ്? ആകെ ഒരു എലമെന്റേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതിന്റെ ഇമേജ് എന്താന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ, സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നോ അല്ലെങ്കിൽ ബി ഡെൽറ്റ ഓഫ് സി എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇമേജസ് ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. സോ ഇറ്റ് ഈസ് എഫ് ഓഫ് സി. ആൻഡ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ സെറ്റ് ഇസ് ക്ലിയർലി കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇന്റർവെല്ലിൽ അതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരും. അപ്പൊ ഈ ഇന്റർവെല്ലിന്റെ അകത്ത് ഈ സിംഗിൾട്ടൺ സെറ്റ് കണ്ടെയ്ൻഡ് ആണ്. ഈ ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്ന് പറയുന്നത്. അപ്പോൾ എഴുതിയേക്കണം നോക്കിക്കേ, ദിസ് ഇസ് ട്രൂ ഫോർ എനി എപ്സിലോൺ. അതായത് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, for every epsilon greater than 0 given, we can choose this above delta. We can take the above delta for which ആ ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ്? whenever x belongs to A and x is in C minus delta, C plus delta, എന്താ പ്രത്യേകത? ഈ എക്സ് എന്ന് പറയുന്നത് സി തന്നെയാണ്. സി അല്ലാത്ത വേറൊരു പോയിന്റ് ഇങ്ങനെ ഇണ്ടത്തില്ല. അങ്ങനത്തെ ഡെൽറ്റയാണ് എടുത്തത്, വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡെഫിനേഷൻ ഓഫ് ഐസൊലേറ്റഡ് പോയിന്റ്, അല്ലെ? അപ്പൊ എക്സ് സി ആണ്. എക്സ് സി ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. അതായത് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്? It is 0.
so that it is less than epsilon since epsilon is positive. So our condition for continuity at the point C is automatically satisfied. Condition for continuity at C is automatically satisfied. That means F is continuous at C. അപ്പോൾ cluster point അല്ലെങ്കിൽ C എന്നുള്ള പോയിന്റ് എയുടെ cluster point അല്ലെങ്കിൽ function F is automatically continuous at the point C, and if it is a cluster point of C, continuity of F at C means limit of the function at C is equal to function value of F at C. Limit is equal to function value എന്നാണ് cluster point ആണെങ്കിൽ continuity എന്ന് പറഞ്ഞാൽ അർത്ഥം. Cluster point അല്ലെങ്കിൽ you cannot talk about the limit of the function at C, but by definition F becomes continuous at the point C. Okay, ഈ രണ്ട് കാര്യങ്ങൾ. So നമുക്ക് continuity at a point എന്താണെന്ന് മനസ്സിലായി. If F is not continuous at the point C, we say that F is discontinuous at the point C. A function is said to be continuous or continuous function if it is continuous at each and every point of the domain. Now continuity at a point ന്റെ തന്നെ നമ്മൾ ഒരു definition അല്ലെങ്കിൽ ഒരു theorem കൂടെ necessary and sufficient condition കൂടെ നോക്കുകയാണ്. That is sequential criteria for continuity. ഇത് ഓൾറെഡി നമ്മൾ ലിമിറ്റ്സിന്റെ ചാപ്റ്ററിൽ കഴിഞ്ഞ സെമസ്റ്ററിൽ മൊഡ്യൂൾ 4 ലിമിറ്റ്സിന്റെ ചാപ്റ്ററിൽ സീക്വൻഷ്യൽ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് ഇതാണ്, ഫംഗ്ഷൻ ഹാസ് എ limit at C, limit extends to C, f of x is equal to some L, if and only if നമ്മൾ പഠിച്ചത് എന്താണ്, if and only if for every sequence xn converging to C implies sequence f of xn converges to f of C എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. Then that condition was a necessary and sufficient condition ആണെന്ന് പറയും. Whenever a sequence xn converges to C, f of xn converges to f of C. ഇതാണ് ലിമിറ്റ്. അയ്യോ, ഞാൻ ഇവിടെ f of C എന്ന് എഴുതി അല്ലേ. ലിമിറ്റ് ഈക്വൽ ടു L ആണെങ്കിൽ f of x converges to L. ഇത് നമ്മൾ സീക്വൻഷ്യൽ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. ഇത് തന്നെ ഇവിടെ എന്ത് വ്യത്യാസം വരും? എഫ് ഇസ് കണ്ടിന്യൂസ് എന്നുള്ളിടത്ത് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ എല്ലിന് പകരം ഇവിടെ നമുക്ക് എഫ് ഓഫ് സി എന്നുണ്ടാവും. അപ്പോൾ ഈ സീക്വൻഷ്യൽ ഡെഫിനിഷനിലും എല്ലിന് പകരം എഫ് ഓഫ് സി വരും എന്നുള്ള ഒരേ ഒരു വ്യത്യാസം ഇവിടെയുള്ളൂ. സോ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ കണ്ടിന്യൂറ്റി നമുക്ക് ഇങ്ങനെ പറയാം: ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ വേർ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ഇഫ് സി ഇസ് എ പോയിന്റ് ഇൻ എ, then f is continuous. F is continuous at the point C if and only if whenever and for every sequence converging to C, f of x for every sequence xn in A converging to C, the sequence f of xn converges to f of C. Okay, for every sequence xn in A such that xn converges to C, we have f of xn, sequence f of xn converges to f of C. So this is the sequential criterion for continuity. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ആ ഫോർത്ത് മൊഡ്യൂളിൽ ലാസ്റ്റ് സെമസ്റ്റർ ഫോർത്ത് മൊഡ്യൂളിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. സപ്പോസ് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നമ്മൾ എഫ് എന്നുള്ളത് ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി, വി ഹാവ് ടു പ്രൂവ് for every sequence converging to C, its image sequence f of x and converges to f of C. Conversely, if you assume that for every sequence in A converging to C, its image sequence f of x and converges to f of C, then we have to prove f is continuous at C. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ suppose we assume that f is continuous at the point C, then we have to prove the sequence xn for every sequence in A, for every sequence xn in A converging to C, its image sequence f of xn converges to f of C എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? We consider a sequence in A
sequence xn such that xn converges to C. Then we will prove that the sequence f of xn converges to f of C. Okay. So we consider a sequence xn in A such that xn is a sequence converging to C. Our objective is to prove the image sequence f of xn also converges and converges to the point f of C. ഒരു കൺവേർജൻസ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു സീക്വൻസ് എസ് എൻ കൺവേർജസ് ടു എൽ എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ്? കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അല്ലെ ഒരു എപ്സിലോൺ എടുക്കും, എന്നിട്ട് മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് എൽ കൺസിഡർ ചെയ്യും. മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് എൽ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആഫ്റ്റർ എ പെർട്ടിക്കുലർ സ്റ്റേജ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എസ് എൻ കൺവേർജസ് ടു എൽ എന്നാണ് നമ്മൾ എഴുതും. അതേപോലെ തന്നെ ടു പ്രൂവ് ദ കൺവേർജൻസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ ടു എഫ് ഓഫ് സി, അപ്പോൾ ഇവിടെ എസ് എൻ എന്നുള്ള പകരം എഫ് ഓഫ് എക്സ് എൻ, എല്ലിന് പകരം വി ഹാവ് എഫ് ഓഫ് സി. അപ്പോൾ എസ് എൻ കൺവേർജസ് ടു എൽ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ടേക്ക് എൻ എപ്സിലോൺ, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൻ. എന്നിട്ട് കൺസിഡർ ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ആണ്. അതിനു മുന്നേ ഈ എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് സിനെയൊക്കെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി. രണ്ട്, അവർ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു സി. സീക്വൻസിന്റെ കൺവേർജൻസും ജനറൽ ഫംഗ്ഷന്റെ ലിമിറ്റും നിങ്ങൾ ഓർക്കുക കേട്ടോ എന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് corresponding to every epsilon neighborhood of f of c, there exists a delta neighborhood of c such that whenever x is in the delta neighborhood of c, f of x is in the epsilon neighborhood of f of c. ആ ഒരു കണ്ടീഷനെ, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനെ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തു. ഇനി വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താണത്? സീക്വൻസ് എക്സ് എൻ ഇസ് എ സീക്വൻസ് ഇൻ എ കൺവേർജിങ് ടു സി. സോ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു സി എന്ന് പറഞ്ഞാൽ സീക്വൻസിന്റെ ലിമിറ്റ് അല്ലെങ്കിൽ സീക്വൻസിന്റെ കൺവേർജൻസിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം. എന്താണ്? കറസ്പോണ്ടിങ് ടു എവറി നൈബർഹുഡ് ഓഫ് ദി ലിമിറ്റ് ദർ എക്സിസ്റ്റ് എ സ്റ്റേജ്. ഒരു എം ടെയിൽ കണ്ടുപിടിക്കാൻ പറ്റും. എം ടെയിൽ ഇസ് ഇൻ ദാറ്റ് നൈബർഹുഡ് അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിന്റെ ഏത് നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ടും വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ സ്റ്റേജ് എം സച്ച് ദാറ്റ് ആഫ്റ്റർ ദി എംത്ത് സ്റ്റേജ് എവറി ടേം ഓഫ് ദ സീക്വൻസ് ഇസ് ഇൻസൈഡ് ദാറ്റ് നൈബർഹുഡ് ഓഫ് സി. അപ്പോൾ ഇവിടെ സിയുടെ നൈബർഹുഡായിട്ട് നമുക്ക് ഒരു ഡെൽറ്റ കിട്ടിയിട്ടുണ്ട്. ഏത് നൈബർഹുഡാണ്? നമ്മൾ എടുത്ത എപ്സിലോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് സിയുടെ ഒരു ഡെൽറ്റ നൈബർഹുഡ് കിട്ടിയിട്ടുണ്ട്. ആ ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ്? വെനെവർ എക്സ് ഇസ് ഇൻ ദി ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി, അതായത് ആ ഡെൽറ്റ നൈബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും ഇമേജസ് എവിടെയാണ്? എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നൈബർഹുഡിലാണ്. കണ്ടീഷൻ നമ്പർ 1. അപ്പോൾ കണ്ടീഷൻ നമ്പർ 1 കിട്ടിയിട്ടുള്ള ആ ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി അല്ലേ. അപ്പോൾ ഏത് ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എം ടെയിൽ കണ്ടുപിടിക്കാം സീക്വൻസിന്റെ കൺവേർജൻസിൽ നിന്ന്. അപ്പോൾ ഈ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഓൾസോ ദർ എക്സിസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ എം സച്ച് ദാറ്റ് ആഫ്റ്റർ ദി mth term every term of the sequence is inside this delta neighborhood of C. So let it be condition number 2. നമ്മൾ എക്സെന്നിൻ്റെ സീക്വൻസ് എക്സൻ കൺവേർജസ് ടു സി എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യം കിട്ടി. ആഫ്റ്റർ ദി mth term every term of the sequence xn is in the delta neighborhood of C. അതിനെ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്തു ആ ഒരു കണ്ടീഷനെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ mth ടേമിന് ശേഷമുള്ള സീക്വൻസ് എഫ് ഓഫ് എക്സനിലെ ടേംസ്, എഫ് ഓഫ് എക്സ് എം പ്ലസ് 1 അങ്ങനെ സീക്വൻസ് എഫ് ഓഫ് എക്സനിലെ mth ടേം തുടങ്ങിയിട്ടുള്ള ടേംസ്, അതായത് എം ടെയിൽ ഓഫ് സീക്വൻസ് എഫ് ഓഫ് എക്സൻ ഈസ് ഇൻ ദി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ രണ്ട് കണ്ടീഷൻസ് നമ്പർ 1 and 2 വെച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ, whenever n is greater than or equal to m, for every n greater than or equal to m, xn is in the delta neighborhood of C. By condition number 2, mth ടേമിന് ശേഷമുള്ള എല്ലാ എക്സനുകളും സിയുടെ ഡെൽറ്റ നൈബർഹുഡിലാണ്. കണ്ടീഷൻ നമ്പർ 1 പറയുന്നുണ്ട് സിയുടെ ഡെൽറ്റ നൈബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും എഫ് ഇമേജ് ഈസ് ഇൻ ദി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ എനിക്ക് പറയാം എഫ് ഓഫ് എക്സ് എൻ ഈസ് ഇൻ ദി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. So for every n greater than or equal to m, I can say n greater than or equal to m എടുക്കുമ്പോൾ എന്ത് കിട്ടി? xn is in the delta neighborhood of c എന്ന് കിട്ടി.
ഇനി this is by condition number 2. Condition number 2 എന്താ പറഞ്ഞാൽ modulus of xn minus c is less than delta for all n greater than or equal to m. നല്ല കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. n greater than or equal to m ആവുമ്പോൾ f of xn xn is in the delta neighborhood c. ഇനി വേറൊരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. whenever x is in the delta neighborhood of c, f of x is in the epsilon neighborhood of f of c. അതാണ് നമ്മളുടെ കണ്ടീഷൻ നമ്പർ 1. അപ്പോൾ ഈ കണ്ടീഷൻ നമ്പർ 1 വെച്ചിട്ട് നമുക്ക് പറയാം xn is in the delta neighborhood of c എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമേജ് f of xn is in the epsilon neighborhood of f of c minus epsilon f of c plus epsilonന്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയിരിക്കണേ? ഈ കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാം. f of xn is at a distance less than epsilon അല്ലേ, whenever n is greater than or equal to m. Okay, that is we have modulus of f of xn minus f of c is less than epsilon after the mth term. That means our sequence f of xn converges to the number f of c. So that is what we have to prove. നമ്മൾ പ്രൂവ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു. സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി എന്നാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നമുക്ക് കിട്ടി. ഇനി കോൺവേഴ്സ്ലി assume that for every sequence converging to converse ആയിട്ട് നമ്മൾക്ക് എന്ത് വിചാരിക്കാം? conversely suppose that for every sequence xn in a xn converges to c ആണെങ്കിൽ f of xn converges to f of c ആയിരിക്കും എന്ന് നമുക്ക് assume ചെയ്യാം. പ്രൂവ് ചെയ്യേണ്ടത് f is continuous at c എന്നാണ്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് വിചാരിക്കാം. assume to the contrary that f is not continuous at c. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്? corresponding to every epsilon neighborhood of the continuous at c if and only if for every epsilon neighborhood of c there exists a delta neighborhood of corresponding to every epsilon neighborhood of f of c there exists a delta neighborhood of c such that whenever x is in the delta neighborhood of c and in a f of x is in the epsilon neighborhood of f of c. അതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ സച്ച് ദാറ്റ് എക്സ് ഇസ് ഇൻ ദി ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഇൻ ദി എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ അതിന്റെ നെഗേഷൻ എന്ത് വരും? എല്ലാ എപ്സിലോണിനും ഇങ്ങനെ ഒരു ഡെൽറ്റ ഉണ്ട് എന്നുള്ളതിന്റെ നെഗേഷൻ എന്ത് വരും? There exists an epsilon for which such a delta does not exist. അല്ലേ? There exists an epsilon for which such a delta, നിങ്ങൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു എപ്സിലോൺ എങ്കിലും ഉണ്ട്. എല്ലാ എപ്സിലോണിനും അങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നു പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യാത്ത എപ്സിലോൺ ഉണ്ട് എന്നാണ് അതിന്റെ നെഗേഷൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് there exists a delta, there exists an epsilon. Epsilon വേണമെങ്കിൽ നമുക്ക് പേര് epsilon naught എന്ന് കൊടുക്കാം. There exists an epsilon for which ഇങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എങ്ങനെ ഒരു ഡെൽറ്റ? whenever x is in the delta neighborhood of c f of x is in the epsilon neighborhood of c എന്ന് പറയാൻ പറ്റുന്ന തരം ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഏത് ഡെൽറ്റ എടുത്താലും ഇപ്പൊ എനിക്കിങ്ങനെ പറയാം, for there exists an epsilon greater than 0 such that എന്താ പറയാ, such a delta does not exist. such a delta എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? such a delta എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, എന്താ പറയാ, x belongs to a and modulus of x minus c less than delta implies f of x is in the epsilon neighborhood of f of c. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് ഈ എഴുതിയിരിക്കുന്നതിനെ എനിക്ക് എന്തെന്ന് പറയാം?
എഴുതിയേക്കുന്നതിന് എനിക്കിങ്ങനെ പറയാം, ഏത് ഡെൽറ്റ എടുത്താലും for every delta greater than 0, whenever x is in the delta neighborhood of c, f of x is in the epsilon neighborhood of f of c എന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു എക്സ് എങ്കിലും ഉണ്ട്. സി മൈനസ് സിയുടെ എല്ലാ സിയുടെ ഡെൽറ്റ നൈബോർഡിലെ എല്ലാ പോയിന്റ്സിന്റെയും ഇമേജ് എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നൈബോർഡിലാന്ന് പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഫോർ എവറി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 we cannot conclude that every point in the delta neighborhood of C is mapped to a point in the epsilon neighborhood of f of c. അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം there exists a point, at least one point x. ഓരോ ഡെൽറ്റയ്ക്കും ഒരു പോയിന്റ് എങ്കിലും. അപ്പൊ ഞാൻ x ഡെൽറ്റ എന്ന് വിളിക്കുകയാണ്. in A intersection c minus delta c plus delta v delta of c and f of x is not in and x delta is in the delta neighborhood of c, but f of x is not in the epsilon neighborhood of f of c, is not less than epsilon. Okay, this is the negation of the statement. Continuity statement in negation. അപ്പോൾ ഇതാണ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ എനിക്ക് എന്താ പറയാം, that is there exists an epsilon not greater than 0. അതിന് ഏത് ഡെൽറ്റ എടുത്താലും we can find out x delta in A such that x delta is in delta neighborhood of C, അല്ലേ, belongs to delta neighborhood of C. f of x is not in the epsilon neighborhood of f of c. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഡെൽറ്റയ്ക്ക് പകരം ഏത് ഡെൽറ്റ എടുത്താലും ഇങ്ങനെ ഒരു എക്സ് ഡെൽറ്റ കിട്ടുമല്ലോ. സോ പുട്ട് ഡെൽറ്റ ഈക്വൽ ടു 1. സോ ഫോർ ഡെൽറ്റ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ദെൻ ദർ എക്സിസ്റ്റ് പോയിന്റ്സ് x1 എന്ന് വിളിക്കുകയാണ്. x1ന്റെ പ്രത്യേകത എന്താണ്? x1 is in the delta neighborhood of c. delta എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 ആണ്. But f of x1 is not in the, not less than epsilon എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാം, greater than or equal to epsilon, അല്ലേ? not less than greater than or equal to f of x1 minus f of c എന്ന് പറയുന്നത് greater than or equal to epsilon naught ആണ്. epsilon വരെ നമ്മൾ epsilon naught എന്ന് എഴുതി. ഓക്കെ, ഇനി ഡെൽറ്റ മാറ്റി കൊടുക്കുക. ഫോർ ഡെൽറ്റ ഈക്വൽ ടു 1/2 ആണെങ്കിലും ഇതുപോലെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിനെ ഞാൻ x2 എന്ന് വിളിക്കുകയാണ്. x2 എയിലെ പോയിന്റ് ആണ്. x2 സിയുടെ ഡെൽറ്റ നൈബർഹുഡിലെ പോയിന്റ് ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1/2 ആൻഡ് f of x2 f of സിയുടെ എപ്സിലോൺ നൈബർഹുഡിൽ അല്ല, എപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ അല്ല, അതിന് വെളിയിലാണ്. അങ്ങനെ പോവാണ്. ഫോർ എക്സ് ഡെൽറ്റ ഈക്വൽ ടു 1/3ക്കും നമുക്ക് ഇതുപോലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. x3 എയിലെ പോയിന്റ് ആണ്. x3 സിയുടെ ഡെൽറ്റ നൈബർഹുഡിലെ പോയിന്റ് ആണ്. പക്ഷേ f of x3 f of സിയുടെ എപ്സിലോൺ നൈബർഹുഡിലെ പോയിന്റ് അല്ല. അതായത് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്, ഫോർ every natural number n we can find out a point xn, എയിലെ പോയിന്റ്. എങ്ങനത്തെ പോയിന്റ് ആണ് xn? xn എയിലാണ്. xn സിയുടെ ഡെൽറ്റ നൈബർഹുഡിലാണ്. പക്ഷേ f of xn f of സിയുടെ എപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആണ്. ഈ എഴുതിയിരിക്കുന്ന xn മൈനസ് സി ലെസ് ദാൻ 1/n ആയതുകൊണ്ട് ഞാൻ ഇതിനെ, ഈ കണ്ടീഷനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണേ. xn is at a distance less than 1/n from c. f of xn is at a distance greater than or equal to epsilon naught from
എഫ് ഓഫ് സി. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്, എക്സ് എൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ 1/n ഫ്രം സി and 1/n tends to 0 as n goes to infinity. Then by sandwich theorem or squeeze theorem I can say xn minus c tends to 0, or I can say xn converges to c. Sequence xn converges to c എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ പറയാണ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി is greater than or equal to epsilon naught, and epsilon naught is a strictly positive number. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്താൽ തന്നെ ഈവൺ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇഫ് ദ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, എക്സിസ്റ്റ് ചെയ്താൽ തന്നെ ആ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ദാറ്റ് ഈ ലിമിറ്റ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിരിക്കും ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് കൊടുത്താൽ മതി രണ്ട് സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ തന്നെ എന്തെന്ന് കിട്ടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് കിട്ടും. എപ്സിലോൺ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഒന്നെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ തന്നെ അത് 0 അല്ല. ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്താൽ തന്നെ അത് 0 അല്ല, പ്രൊവൈഡഡ് ഇറ്റ് എക്സിസ്റ്റ്. അതായത് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് സി അല്ല, ഈവൺ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. അതായത് f of x എന്നുള്ള സീക്വൻസ് does not converge to f of c even if it converge. കൺവേർജ് ചെയ്താൽ തന്നെ അത് എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളും നോക്കാം, എ ആൻഡ് ബി. എ പറയുന്നു സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു സി, and b പറയുന്നു sequence f of x and doesn't converge to f of c, and this is a contradiction. A and b പറയുന്നതാണ് xn converges to c and f of xn doesn't converge to f of c. This is a contradiction. Contradiction to our assumption that given condition ആയിട്ട് എടുക്കുന്നതാണ്, for every sequence xn in A we have assumed that whenever if xn is a sequence converging to c, f of xn is a sequence converging to f of c എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇപ്പൊ നമുക്കൊരു സീക്വൻസ് കിട്ടി എയിലെ, ആ സീക്വൻസ് എക്സ് എൻ സിയിലേക്ക് കൺവേർജ് ചെയ്തു, പക്ഷേ എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്തില്ല. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംഷൻ ഇസ് റോങ്. എന്ത് അസംഷൻ, നമ്മൾ അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞെടുത്ത അസംഷൻ തെറ്റാണ്. അവർ ഫംഗ്ഷൻ എഫ് ഇസ് not discontinuous at c but it is continuous at c. So that is the proof. And conversely we assume that for every sequence xn xn converges to c implies f of xn converges to f of c. We prove that f is continuous at c. For that we assume to the contrary that f is not continuous at c. That means corresponding to every there exists an epsilon not greater than 0 such that for every delta there exists x delta. ഇവിടെ ലിമിറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ലിമിറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ക്ലസ്റ്റർ പോയിന്റ് ആണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ലിമിറ്റ് പറയാണ്ട് തന്നെ നമുക്ക് പറയാം ആ ഡെഫിനിഷൻ വെച്ചിട്ട്. ഡെഫിനിഷൻ്റെ നെഗേഷൻ എടുത്താൽ മതി. കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ഈക്വൽ ടു 1/n നമ്മൾ ഒരു എക്സ് എൻ കിട്ടി. എക്സ് എൻ കൺവേർജസ് ടു സി ആയിരുന്നു, എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്തില്ല. ദാറ്റ് മീൻസ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ എഴുതാം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ആൻഡ് സി ഈസ് എൻ എലമെന്റ് ഓഫ് എ, ദെൻ എഫ് ഇസ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവറി സീക്വൻസ് എക്സ് എൻ ഇൻ എ xn converges to c implies f of xn converges to f of c. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറയാം f is discontinuous at c if and only if. നെഗേഷൻ ആണോ എന്താ പറയുക, നെഗേഷൻ അല്ല കേട്ടോ, ഓക്കെ, കണ്ടിന്യൂസ് എന്നുള്ളതിൻ്റെ നെഗേഷൻ
discontinuous at C if and only if negation of the above statement പറയും there exists a sequence xn converging to C with f of x and its image sequence does not converge to f of C, then we can conclude that f is not continuous at C or f is discontinuous at C. Okay, the same proof ആണ് നേരത്തെ പറഞ്ഞ